ഡിയർ സ്റ്റുഡൻസ്, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊളോയിഡൽ സൊല്യൂഷൻസിന്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ കൊളോയിഡൽ സൊല്യൂഷൻ. ആ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു എക്സ്പെരിമെന്റിൽ കൂടി നോക്കാം. നമ്മൾ ഒരു പാത്രത്തിൽ ശുദ്ധമായ വെള്ളം എടുക്കുക, ഡിസ്റ്റിൽഡ് വാട്ടർ, അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ സൊല്യൂഷൻ ആക്കി മാറ്റുക. ചോദിക്കട്ടെ, അത് ട്രൂ സൊല്യൂഷൻ ആണോ അല്ല കൊളോയിഡ് ആണോ സസ്പെൻഷൻ ആണോ? തീർച്ചയായിട്ടും അതെന്താണ്, അത് ട്രൂ സൊല്യൂഷൻ ആണ്. സോ this container consisting of a true solution. നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ മുമ്പിൽ ഒരു ലൈറ്റ് സോഴ്സ് വെക്കുന്നു. ഓക്കെ, ഒരു ലൈറ്റ് സോഴ്സ് വെക്കുന്നു. ആ ലൈറ്റ് സോഴ്സിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന ഇതാണ് ലൈറ്റ് സോഴ്സ്. ആ ലൈറ്റ് സോഴ്സിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റ് റേസിനെ ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് പാരലൽ ആക്കി മാറ്റുക. അറിയാലോ, ഇത് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ആണെങ്കിൽ ആ ഫോക്കസിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് കോൺവെക്സ് ലെൻസിൽ കൂടി പാസ് ചെയ്താൽ അതെന്തായിട്ട് മാറും? അത് പാരലൽ ബീം ആയിട്ട് മാറും. അങ്ങനെ പാരലൽ ബീം ഓഫ് ലൈറ്റ് നിങ്ങൾ ആ ട്രൂ സൊല്യൂഷനിൽ കൂടി പാസ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ആ സൊല്യൂഷൻ നോക്കുന്നു. ഇതാണ് പാത്രം എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് ട്രൂ സൊല്യൂഷൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള പാത്രം. ലൈറ്റ് സോഴ്സ് എവിടെയാണ്? അപ്പൊ ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് നിങ്ങളെ പാസ് ചെയ്യും. നിങ്ങൾ ആ സൊല്യൂഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നു. നിങ്ങൾക്കൊന്നും കാണാൻ സാധിക്കില്ല. ഈ സൊല്യൂഷനിലേക്ക് കൂടിയിട്ട് ലൈറ്റ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങനെ നോക്കിയാലും കാണാൻ പറ്റൂല, ഇങ്ങനെ നോക്കിയാലും കാണാൻ പറ്റൂല, ഇപ്പുറത്ത് നിന്ന് നോക്കിയാലും കാണാൻ പറ്റൂല. അതേസമയം ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അതെന്തേ ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങളുടെ കണ്ണ് ഇവിടെയാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ കണ്ണാണ്, നിങ്ങളുടെ ഐ ആണ്. അപ്പൊ എന്താ സംഗതി? ഇതിന്റെ ഉള്ളിലേക്ക് കൂടി, ഇത് ട്രാൻസ്പാരന്റ് ആണ്, ലൈറ്റിന്റെ ഉള്ളിലേക്ക് കൂടി പാസ് ചെയ്യും, പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന പാത്തിലാണ് നിങ്ങളുടെ കണ്ണുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെ നോക്കിയാൽ സൊല്യൂഷന്റെ ഉള്ളിലേക്ക് കൂടി ലൈറ്റ് പാസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അതേ സമയം നേരെ നോക്കണം, നിങ്ങൾ ഒരു പാത്രത്തില് കൊളോയിഡൽ സൊല്യൂഷൻ എടുക്കും. ഓക്കെ, ഇതാ ഇവിടെ ലൈറ്റ് സോഴ്സ് വെച്ച്, ഇതൊരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. ഇത് ട്രൂ സൊല്യൂഷൻ, ഇത് കൊളോയിഡ് സോൾട്ട്. ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റിനെ പാരലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺവെക്സ് ലെൻസ്, ഓക്കെ, സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റ് ഡൈവേർജ് ചെയ്ത് പോകുന്ന ലൈറ്റ് സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പല ഭാഗത്തേക്ക് ലൈറ്റ് ഇങ്ങനെ പോകും. ഈ ഭാഗത്തേക്ക് പോകുന്ന ലൈറ്റ് റേസിനെ നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് പാരലൈസ് ചെയ്യുന്നു, പാരലൽ ബീം ആക്കിയിട്ട് മാറ്റും. ഓക്കെ, ലൈറ്റ് ഇതിലേക്ക് കൂടി വരുന്നു, കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് എൻ്റർ ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതാണ് കൊളോയിഡൽ സൊല്യൂഷൻ. നേരത്തെ ഇത് കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ നോക്കുന്നു? ലൈറ്റ് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലൈറ്റ് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. ലൈറ്റ് പാസ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയി നിങ്ങൾ നോക്കുന്നു. ഓക്കെ, ഈ ഭാഗത്ത് നിന്ന് നോക്കും. നിങ്ങൾക്ക് ഇതിലെ കൂടി, ഈ സൊല്യൂഷനിൽ കൂടി ലൈറ്റ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ലൈറ്റിന്റെ പാത്ത് വളരെ സുന്ദരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് മുകളിൽ നിന്ന് നോക്കിയാലും കാണാൻ സാധിക്കും, മുകളിൽ നിന്ന് നോക്കിയാലും കാണാൻ സാധിക്കും, താഴെ നിന്ന് നോക്കിയാലും കാണാൻ സാധിക്കും. ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും
ആ കൊളോയിഡൽ സൊല്യൂഷനിൽ കൂടിയിട്ട് ലൈറ്റ് പാസ് ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണ് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ ട്രൂ സൊല്യൂഷനിൽ അത് സാധിക്കില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഒരു കൊളോയിഡൽ സൊല്യൂഷനിൽ കൂടിയിട്ട് ലൈറ്റ് ബീം പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റിന്റെ പാത്ത് വിസിബിൾ ആകുന്നു. അതിന്റെ അവിടെ മാത്രം വിസിബിൾ ആകുന്നു. ട്രൂ സൊല്യൂഷനിൽ അത് എന്തുകൊണ്ട് വിസിബിൾ ആകുന്നില്ല? അതെ, സംഗതി ഇതാണ്. നമ്മൾ ഒരു വസ്തുവിനെ കാണണമെങ്കിൽ ഇവിടെ ഒരു വസ്തു ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പൂവുണ്ട്, പൂവ്. ഓക്കെ, ഈ പൂവിനെ നിങ്ങൾ കാണണമെങ്കിൽ കേൾക്കണേ, ഇതാണ് നിങ്ങളുടെ കണ്ണ്. നിങ്ങൾ എവിടെയാണുള്ളത്? ഈ പൂവിൽ തട്ടിയിട്ട് ഒരു ലൈറ്റ് റിഫ്ലക്ട് ചെയ്യണം, എന്നിട്ട് നിങ്ങളുടെ കണ്ണിലേക്ക് എത്തണം. ഈ പൂവ് അതിലേക്ക് വന്നു വീഴുന്ന ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കണ്ണിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ വസ്തുവിനെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന സംഗതി നടക്കണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാവുക? നേരെ ശ്രദ്ധിക്കണേ, ഇതൊരു വസ്തുവാണ്. ഓക്കെ, അവിടേക്ക് വന്നു വീഴുന്ന ലൈറ്റ്, ഇതാണ് ലൈറ്റ്, ഒരു വേവാണ്. നിങ്ങൾക്ക് അറിയാൻ ലൈറ്റ് വേവാണ്. ആ ലൈറ്റിന്റെ വേവ് ലെങ്തിനേക്കാൾ, ഇത് വേവ് ലെങ്താണ്, ലൈറ്റിന്റെ വേവ് ലെങ്താണ്, ലൈറ്റ് എന്ന വേവിന്റെ വേവ് ലെങ്താണ്. ആ വേവ് ലെങ്തിനേക്കാൾ ചെറുതാണ് ആ വസ്തുവിന്റെ ഡയമീറ്റർ എങ്കിൽ, ആ ഈ ഡയമീറ്ററിനേക്കാൾ വളരെ ചെറുതാണ്, സോറി, ഈ വേവ് ലെങ്തിനേക്കാൾ വളരെ ചെറുതാണ് ഈ വസ്തുവിന്റെ ഡയമീറ്റർ എങ്കിൽ ലൈറ്റ് ഇവിടെ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യില്ല. ലൈറ്റ് എന്ത് ചെയ്യുന്ന അറിയാവോ? അതേ പാത്തിലേക്ക് കൂടി കണ്ടിന്യൂ ചെയ്യും, റിഫ്ലക്ട് ചെയ്യില്ല. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് പോവാണെന്ന് വിചാരിക്കുക, സ്കൂളിൽ നിന്ന് നടന്നിട്ട് വീട്ടിലേക്ക് പോകുന്നു, അങ്ങനെ നിങ്ങൾ ഇങ്ങനെ നടന്നു പോവാണെന്ന് വിചാരിക്കുക. അങ്ങനെ പോകുമ്പോൾ വഴിക്ക് ചെറിയൊരു കല്ലുണ്ട്. എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ കല്ലിനെ തട്ടി മാറിയിട്ട് നിങ്ങൾ ആ പാത്തിനെ കണ്ടിന്യൂ ചെയ്യും. അല്ലാതെ അവിടെ ചെറിയ കല്ലിന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ തിരിച്ചു പോകത്തില്ലല്ലോ, പോവാം ഇല്ല. അതേപോലെ ലൈറ്റിന്റെ പാത്തിലുള്ള ആ പാർട്ടിക്കിൾ വളരെ ചെറുതാണെങ്കിൽ ലൈറ്റ് അതിനെ തട്ടി മാറ്റിയിട്ട് ലൈറ്റ് എന്ത് ചെയ്യുന്നു? അതേ പാത്തിലേക്ക് കൂടി കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, അതേസമയം ആ പാർട്ടിക്കിളിന്റെ സൈസ് ലൈറ്റിന്റെ വേവ് ലെങ്തിനേക്കാൾ കുറച്ച് കുറവോ അല്ലെങ്കിൽ കൂടുതലോ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാവോ? ലൈറ്റ് അവിടെ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു, സ്കാറ്റർ ചെയ്യുന്നു, ചിതറിത്തെറിക്കുന്നു. ഓക്കെ, അപ്പൊ ലൈറ്റിന് റിഫ്ലക്ഷൻ റെഗുലർ ആയിട്ടുള്ളതോ ഇറഗുലർ ആയിട്ടുള്ളതോ ആയ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ, ഇറഗുലർ റിഫ്ലക്ഷന്റെ പേരാണ് സ്കാറ്ററിംഗ്. സ്കാറ്ററിംഗ് നടക്കണമെങ്കിൽ എന്ത് വേണം? ലൈറ്റിന്റെ വേവ് ലെങ്തിനേക്കാളും ഇതിന്റെ പാർട്ടിക്കിളിന്റെ സൈസ് വളരെ ചെറുതാവാൻ പാടില്ല. എങ്കിൽ ലൈറ്റ് എന്താവൂല? സ്കാറ്റർ ചെയ്യൂല. അപ്പൊ ഇതെന്താ സംഭവിച്ചെന്ന് അറിയാം? അവിടെ ശ്രദ്ധിക്കണം. ഈ ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിന്റെ സൈസ് വളരെ ചെറുതാണ്. ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിന്റെ സൈസ് വളരെ ചെറുതാണ്. കേൾക്കുന്നുണ്ടോ? ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിന്റെ സൈസ് വളരെ ചെറുതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഇതാണ് ഇപ്പൊ ഇതിൽ നമ്മളിപ്പോ പഞ്ചസാരയാണ് ചെയ്തിട്ടുള്ളത്. ആ പഞ്ചസാരയുടെ സൈസ് വളരെ ചെറുതാണ്. ആ പഞ്ചസാരയുടെ പാർട്ടിക്കിൾസ്, പഞ്ചസാര എന്ന പാർട്ടിക്കിൾസ് തട്ടിയിട്ട് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെയുള്ള പഞ്ചസാരയെ തട്ടിയിട്ട് ലൈറ്റ് ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ മുകളിലോട്ട് വരുന്നില്ല. അതിന്റെ ഇവിടെയുള്ള ലൈറ്റ് നേരെ അങ്ങോട്ട് പോകുന്നു. ഒരു വസ്തുവിനെ തട്ടിയിട്ട് ലൈറ്റ് ഇങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ലൈറ്റിന്റെ പാത്ത് വിസിബിൾ ആവുന്നില്ല. അതേസമയം ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെയുള്ള പാർട്ടിക്കിൾസ് തട്ടിയിട്ട് ലൈറ്റ് പല ഭാഗത്തേക്ക് സ്കാറ്റർ ചെയ്യുന്നു. അതിൽ ഒരു ഭാഗം എന്റെ കണ്ണിലേക്ക് ഇങ്ങോട്ട് വരുന്നു, മുകളിൽ നിന്ന് നോക്കുമ്പോൾ മുകളിലോട്ട് വരുന്നു, താഴെ നിന്ന് നോക്കുമ്പോൾ താഴോട്ട് വരുന്നു. അങ്ങനെ എനിക്ക് ലൈറ്റ് കാണാൻ സാധിക്കുന്നു. സോ എന്തുകൊണ്ടാണ് അപ്പോൾ കൊളോയിഡൽ സൊല്യൂഷനിൽ കൂടിയിട്ട് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതിന്റെ പാത്ത് വിസിബിൾ ആവാനുള്ള കാരണം എന്താണ്? It is due to the scattering of light by the colloidal particles. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയുക? ഇതൊരു ഫിനോമിനലാണ്. എന്തുകൊണ്ട്? അത് കൊളോയിഡൽ സൊല്യൂഷനിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. സോ the phenomenon of a scattering of light by the colloidal solutions, and as a result the path of light become visible, and this phenomenon is called a Tyndall effect, and this is the optical property of the colloidal solution. Okay, Tyndall effect. Okay,
അപ്പൊ ഒന്നുകൂടി പറയാം. It is the phenomenon of a scattering of light by the colloidal particles and as a result the path of light become visible. ആ വിസിബിൾ ആകുന്ന ലൈറ്റിന്റെ ഈ പാത്ത് ഉണ്ടല്ലോ, കൊളോയിഡൽ സൊല്യൂഷനിൽ വിസിബിൾ ആകുന്ന ലൈറ്റിന്റെ പാത്ത്, അതിന് പറഞ്ഞ പേരാണ് ടിൻഡൽ ബീം. എന്താണ്? സോറി, ടിൻഡൽ കോൺ. ടിൻഡൽ ബീം ഓർ ടിൻഡൽ കോൺ. ഓക്കെ, ഇത് നിങ്ങൾ പല സ്ഥലങ്ങളിലും കാണുന്നതാണ്. എന്താ പറയാ, നല്ല ഡസ്റ്റ് ആയിട്ട് ഫോഗി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ മൂടൽ മഞ്ഞിലെ കൂടിയിട്ടൊക്കെ നിങ്ങൾ പിന്നെ എന്താ പറയാ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആ മഞ്ഞിലെ കൂടിയിട്ട് ലൈറ്റ്, വണ്ടിയുടെ ഹെഡ് ലാമ്പിൽ നിന്നുള്ള ലൈറ്റിന്റെ പാത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. അത് ടിൻഡൽ ഇഫക്റ്റ് ആണ്. കാരണം എന്താണ്? ഫോഗ് ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. ഡസ്റ്റിലെ കൂടിയിട്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൂടിയിട്ട് ടോർച്ച് അടിച്ച് നോക്കിയേ, നമുക്ക് അതിന്റെ പാത്ത് കാണാൻ വേണ്ടി സാധിക്കും. സിനിമാ ഹാളിലെ പ്രൊജക്ടറിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ പാത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കാരണം അത് ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ തട്ടിയിട്ട് അത് സ്കാറ്റർ ചെയ്യുന്നു. ഡസ്റ്റ് എന്താണ്? അതൊരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. ഒരു സെമി ഡാർക്കൻഡ് ആയിട്ടുള്ള റൂമില് ചെറിയൊരു സ്ലിറ്റിലെ കൂടി ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ പാത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റിന്റെ ഇലകൾക്കിടയിലേക്ക് കൂടിയിട്ട് സൺലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പാത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇതൊക്കെ എന്താണ്? അതെല്ലാം ടിൻഡൽ ഇഫക്റ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ പരീക്ഷയ്ക്ക് ടിൻഡൽ ഇഫക്റ്റ് ചോദിച്ചാൽ ഈ ഫിഗർ കൂടി വരക്കണം, അത് നിർബന്ധമാണ്. ഒന്നുകൂടി ടിൻഡൽ ഇഫക്റ്റ് ചോദിച്ചാൽ ഈ ഫിഗർ വരക്കണം. ഓക്കെ, ടിൻഡൽ ഇഫക്റ്റിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പരീക്ഷയ്ക്ക് ഇതിന്റെ കൂടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി കണ്ടീഷൻസ് ടു ഒബ്സർവ് ടിൻഡൽ ഇഫക്റ്റ്? ടിൻഡൽ ഇഫക്റ്റ് കാണണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ, സൈസ് ഓഫ്, എന്തിൽ തട്ടിയിട്ടാണ് ഇത്, എങ്ങനെയാണ് സ്കാറ്ററിംഗ് വഴിയല്ലേ? സ്കാറ്ററിംഗ് സംഭവിക്കണമെങ്കിൽ പാർട്ടിക്കിളിന്റെ സൈസ് വളരെ ചെറുതാവാൻ പാടില്ല. ആരെക്കാളും? ലൈറ്റിന്റെ വേവ് ലെങ്തിനേക്കാൾ വളരെ ചെറുതാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ കാണില്ല. ഓക്കെ, സൈസ് ഓഫ് dispersed phase particles or dispersed particles, colloidal particles, not much less than wavelength of light. Okay, രണ്ട്, ഇതൊന്നാമത്തെ കണ്ടീഷൻ. രണ്ട്, ഈ കൊളോയിഡൽ സൊല്യൂഷനിലെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ട്, ഡിസ്പേർഷൻ മീഡിയവും ഉണ്ട്. ഈ രണ്ടെണ്ണത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. ഓക്കെ, എന്നാണ് അതിൻ്റെതായിട്ടുള്ള ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. ഇതിൽ ഈ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒരുപാട് കൂടുതലായിരിക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡീസസ് ഓഫ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ പ്ലൂറലാണ്, റിഫ്രാക്റ്റീവ് ഇൻഡീസസ് ഓഫ്, അത് നിങ്ങൾ പഠിച്ചതല്ലേ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡീസ് sin i by sin r, sin i by sin r. Refractive indices of dispersed phase and dispersion medium. Dispersion medium should be large. Okay, അപ്പോൾ രണ്ട് കണ്ടീഷൻസും പഠിച്ചു. സോ ടിൻഡൽ ഇഫക്റ്റ് എന്താണ്? ടിൻഡൽ ഇഫക്റ്റിന്റെ ചിത്രം വരക്കണം എന്നുള്ള കാര്യം ഓർമ്മ വേണം. ടിൻഡൽ ഇഫക്റ്റിന്റെ എക്സാമ്പിൾ, ടിൻഡൽ ഇഫക്റ്റ് കാണാനുള്ള കണ്ടീഷൻസ്. ഓക്കെ, ഇനി ഈ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട്, ടിൻഡൽ ഇഫക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ട് കുഞ്ഞോളെ. എന്താണെന്ന് പറഞ്ഞാൽ, അപ്പൊ കൊളോയിഡൽ സൈസിലുള്ള കൊളോയിഡൽ സൈസിലുള്ള പാർട്ടിക്കിൾസിനെ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ അല്ലേ? ഇതുപയോഗിച്ചിട്ട് നിങ്ങൾ
നിങ്ങൾക്ക് ഒരു കൊളോയിഡൽ സിസ്റ്റത്തിലെ ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസിനെ കാണാൻ വേണ്ടി സാധിക്കും. കൊളോയിഡൽ സിസ്റ്റത്തിലെ ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ്, കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ നിങ്ങൾക്ക് കാണണോ വളരെ വ്യക്തമായിട്ട് കാണണോ? വഴിയുണ്ട്, നോക്കിക്കോ. അതിന് ഇതാ ഒരു പാത്രത്തില് കൊളോയിഡൽ സിസ്റ്റം എടുക്കുക. ഇതാ കൊളോയിഡൽ സിസ്റ്റം. ഇതിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റിനെ കൊണ്ടുവരിക. പാരലൽ ബീം ഓഫ് ലൈറ്റ്. അതിന്റെ മുമ്പിൽ കോൺവെക്സ് ലെൻസ് വെക്കുക. ഓക്കെ, നിങ്ങൾക്കറിയാം ഡൈവേർജ് ചെയ്തു പോകുന്ന ലൈറ്റ് റേസിനെ നിങ്ങൾ കോൺവെക്സ് ലെൻസിലേക്ക് പാസ് ചെയ്താൽ കോൺവെക്സ് ലെൻസ് ആയിട്ട് പാരലൈസ് ചെയ്യും. ഇതിന്റെ തിരിച്ചു നോക്കിയേ. അപ്പൊ ഇങ്ങനെ പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേസ് കോൺവെക്സ് ലെൻസിലേക്ക് പാസ് ചെയ്താൽ അതൊരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനെ നിങ്ങൾ കോൺവെക്സ് ലെൻസിലേക്ക് പാസ് ചെയ്താൽ ഈ ലൈറ്റ് പോയിട്ട് കൊളോയിഡൽ സിസ്റ്റത്തില് എവിടെയെങ്കിലും കൺവേർട്ട് ചെയ്യും, ഏതെങ്കിലും ഒരു പോയിന്റിൽ കൺവേർട്ട് ചെയ്യും. സപ്പോസ് ആ പോയിന്റിൽ ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ആ കൊളോയിഡൽ പാർട്ടിക്കിൾ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും, പല ഭാഗത്തേക്ക് സ്കാറ്റർ ചെയ്യും. ഓക്കെ, അപ്പൊ സ്കാറ്റർ ചെയ്ത് പോകുന്ന ലൈറ്റ് റേസ് മുകളിലോട്ട് വരുമല്ലോ. ആ ലൈറ്റിനെ നിങ്ങൾ ഒരു മൈക്രോസ്കോപ്പിലെ കൂടി നോക്കുക. ഓക്കെ, ഒരു മൂവബിൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിലെ കൂടി നോക്കുക. ഇതാണ് മൈക്രോസ്കോപ്പ്, ഇതാണ് നിങ്ങളുടെ കണ്ണ്. അതിലെ കൂടി നോക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഈ സ്കാറ്റർ ചെയ്ത് പോകുന്ന ലൈറ്റ് റേസ് മൈക്രോസ്കോപ്പിലെ കൂടി നിങ്ങളുടെ കണ്ണിലേക്ക് മൈക്രോസ്കോപ്പ് അതിനെ വലുതായിട്ട് കാണിച്ചു. അപ്പൊ നിങ്ങൾ അതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്തിനെയാണ് കാണുന്നത്? കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയാണ്, ആ പാർട്ടിക്കിളിനെയാണ് കാണുന്നത്. നല്ല തിളക്കത്തിൽ കാണാൻ പറ്റും, നല്ല ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ. ഇതൊന്നും നിങ്ങൾ കാണില്ല. കാരണം എന്താ? ഡിസ്പേർഷൻ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് എല്ലാം വളരെ ചെറുതാണ്. അതൊന്നും ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നില്ല. അപ്പൊ അവിടെ നിന്നൊന്നും ലൈറ്റ് നിങ്ങളുടെ കണ്ണിലേക്ക് വരുന്നില്ല. അപ്പൊ നല്ല ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല തിളക്കത്തിൽ പാർട്ടിക്കിളിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. Okay, so in this way you can visualize the colloidal particles, and this arrangement is called ultra microscope. Ultra microscope. So by using ultra microscopy we can easily visualize the colloidal particles in a dispersion area. Okay, and it is based on the Tyndall effect. Okay.